എല്ലാവർക്കും നമസ്കാരം. ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്യു കുഴൽനാടൻ നടത്തിയ ഒരു പരാമർശവും ആ പരാമർശത്തിന് എതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ചില പ്രതികരണത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് എന്നല്ല, UDF മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ കോൺഗ്രസ്സിൽ ചില കൺഫ്യൂഷനുണ്ട്. അവർക്ക് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് ചില കൺഫ്യൂഷനുണ്ട്. അത് പല കാരണങ്ങളാൽ ആയിരിക്കാം. ഒരുപക്ഷേ അവരുടെ നേതൃത്വത്തിൻ്റെ കഴിവ് കൂടുതലും ഉണ്ടാകാം, അല്ലെങ്കിൽ കഴിവ് കുറവും ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആകാം. അതെന്തെങ്കിലും ആകട്ടെ, ഇങ്ങനെയുള്ള പല അവസരങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 3-4 ദിവസം താമസിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 10 ദിവസം താമസിച്ച് വെച്ചോ അതൊരു വലിയൊരു വിഷയമില്ല. പക്ഷേ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം മുമ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അത്രയും കൂടുതൽ അധികാരം അനുഭവിക്കാൻ കോൺഗ്രസ്സിന് കഴിയും, അത് അല്ലെങ്കിൽ UDFന് കഴിയും. അത് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് പല പാർട്ടിക്കാരുടെയും ഒരു പ്രശ്നമാണ്. അവർക്ക് ഒരു ദിവസം മുമ്പ് അധികാരത്തിൽ വന്നിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഇതിലൊരു വേറെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയൊരു മഴക്കാലമൊക്കെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറേ മുൻകരുതലുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മളുടെ ഒരു ഗവൺമെൻറ് ഫോർമേഷൻ താമസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ജനങ്ങളെ ബാധിക്കും. നേരത്തെ പറഞ്ഞ കാര്യം അത് നേതാക്കന്മാരെയും പാർട്ടിക്കാരെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ മാത്യു കുഴൽനാടൻ നടത്തിയ ആ പരാമർശത്തെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് അല്ലെങ്കിൽ അവരുടെ ചീഫ് മിനിസ്റ്ററിയൽ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് വെരി ക്ലിയർ, അല്ലേ? ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം തന്നെ എടുക്കുക. അവരുടെ നേതാവിനെ ആരാ തീരുമാനിക്കേണ്ടത്? മുസ്ലിം ലീഗ് തീരുമാനിക്കണം. അത് BJP ആണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ്. അതുപോലെ BJPയുടെ നേതാവിനെ BJP ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്, CPMൻ്റെ നേതാവിനെ CPM ആയിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവിനെ കോൺഗ്രസ് അവരുടെ രീതിയിൽ തിരഞ്ഞെടുക്കട്ടെ. അതിന് ബാക്കിയുള്ളവർ ഇത്ര നിർബന്ധ ബുദ്ധി കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ സാങ്കേതികമായിട്ട് വളരെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി മുസ്ലിം ലീഗ് അതിൽ ഇടപെട്ട് എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ കമൻ്റാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അടക്കം ഒരുപാട് ആളുകൾ ജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ്. നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ LDF എന്നോ UDF എന്നോ ഒക്കെ ഒരു അലയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടായിരിക്കും പലരുമൊക്കെ ജയിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പല കാൻഡിഡേറ്റ്സും ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ട് കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പോയി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അവസരവാദിയാണ്. നമുക്കറിയാം, പണ്ട് സൗത്ത് കേരളയിലായിരുന്നപ്പോൾ നല്ല നീട്ടി ഇതേപോലെയൊക്കെ കുറി വരച്ച് നടന്നിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നോർത്തിലെത്തിയപ്പോഴത്തേക്കും കുറിയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി അവിടുത്തെ ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ സേവിക്കേണ്ട ആളാണ്. അങ്ങനെ സേവിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ആളുകളെ പ്രീണിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് BJPയിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ആദ്യം തന്നെ ചാടിപ്പോകുന്ന വ്യക്തി ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ പല കമൻറ്റുകളും പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ എനിക്കിത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവസരവാദികളായ രാഷ്ട്രീയക്കാരാണ് കോൺഗ്രസിൻ്റെ ശാപം. ഈ അവസരവാദികളെ എല്ലാം എടുത്ത് പുറത്ത് കളയുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ നല്ല രീതിയിൽ ഗവൺ ചെയ്യാൻ പറ്റും. നല്ല ഒരു ശക്തിയായിട്ട് കോൺഗ്രസ്സിന് ഉയർന്നു വരാനും കഴിയും. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും
നല്ല ഭരണവും നല്ല പ്രതിപക്ഷവുമായിട്ട് ഇരിക്കാൻ കഴിയും. പക്ഷേ അവസരവാദികളെ കൊണ്ട് നിറഞ്ഞ ഒരു കോൺഗ്രസ്സിന് അത് സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.